ഫ്രം ഹോമും ഫാമിലി ലൈഫും പിന്നെ ഇല്ല ചുമതല പോരാണ്ട് ഒരു വെയിറ്റും. വെൽക്കം ബാക്ക് ടു പോക്കറ്റ്സ് ഓഫ് മൈ ലൈഫ്. ഹിയർസ് എ റിയലിസ്റ്റിക് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആസ് എ വർക്കിംഗ് മദർ ആൻഡ് ഓൾസോ സമൺ ഹു മേക്സ് സോ മച്ച് ഫുഡ് ദാറ്റ് ഐ കനോട്ട് ഈറ്റ്. രാവിലെ ഞാനൊരു ഹെർബൽ ടീ ആണ് കുടിക്കുന്നത് ബിക്കോസ് വി ഈറ്റ് ലഞ്ച് ലിറ്റിൽ ഏർലി. എന്നെ ടെംപ്റ്റ് ചെയ്യാൻ ഓരോ സാധനം കൊണ്ട് വരുന്നുണ്ടായിരുന്നു ബ്രേക്കിൽ. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെങ്കിൽ കാർബ് കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ മാക്സിമം കൺട്രോൾ ചെയ്യും. It is almost lunch time in our house. Let's go. പലതരം ഡയറ്റ്സും മെഡിക്കേഷൻസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറയാതെ വെയിറ്റ് ആണ്. ഞാനിപ്പോൾ ഒരു 2 meals a day കഴിക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ കുറഞ്ഞു വരാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു 12-12:30 പോലെയൊക്കെ ഞങ്ങൾ ലഞ്ച് തീർക്കും. ഒരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. സോ എൻ്റെ ബ്രേക്കിലാണ് ഞാൻ എൻ്റെ ക്വിക്കായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇന്നത്തെ ലഞ്ച് വന്ന് ഒരു ഷവർമയാണ്. വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് ഞാനതൊരു പീറ്റ ബ്രെഡിൽ വെച്ച് ഫോർ മൈ ഹസ്ബൻഡ് ഐ മേക്ക് ഇറ്റ് ഇൻ ദ പീറ്റ ബ്രെഡ്. എനിക്ക് ഞാൻ സെപ്പറേറ്റ്ലി വേറെ കീറ്റോ ടോട്ടിൽ വെച്ച് ചെയ്യാണ്. ഐ ഹാഡ് സം ലെഫ്റ്റ് ഓവർ ചിക്കൻ അറ്റ് ഹോം. സോ അതിനെ ഞാൻ സ്റ്റഫിങ്ങിൽ ഉപയോഗിക്കുകയാണ്. സോ ഇതും കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എല്ലാം ഇട്ടിട്ട് ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസസ്, ഞാനിവിടെ മേയോ, കുറച്ച് മസ്റ്റർഡ് സോസ് ആൻഡ് സം നാച്ചുറൽ ഹോട്ട് സോസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വെജീസ് എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്പിനാച്ച്, ക്യൂക്കമ്പർ ആൻഡ് സം ലെറ്റസ്. ഒരു സെപ്പറേറ്റ് ബൗളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഹോട്ട് സോസും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇതിനെ ബട്ടർ പുരട്ടിയ തവയിലേക്ക് നമ്മൾ മെല്ലെ പ്ലേസ് ചെയ്യുക. ഒരു സൈഡ് ടോസ്റ്റ് ആയതിനു ശേഷം അതിനെ ഫ്ലിപ്പ് ഓവർ ചെയ്തിട്ട് ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച ഹോട്ട് സോസിന് അതിൻ്റെ മേലെ ഇങ്ങനെ പുരട്ടി കൊടുക്കും. ദിസ് ഗിവ്സ് എൻ അമേസിങ് ഫ്ലേവർ ആക്ച്വലി. ബ്രെഡ് വെറുതെ ഒരു ബ്ലാൻഡ് ഫീലിംഗിലല്ലാണ്ട് കുറച്ച് നല്ല ഫ്ലേവർഫുൾ ആയിട്ട് ഉണ്ടാവും. സാധാരണ ഞാൻ സൺഡേ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാറുണ്ട് ഫോർ ദ ഹോൾ വീക്ക്. സംടൈംസ് ആ മീൽ പ്രെപ്പ് ഫ്രൈഡേ വരെ എത്താറില്ല. സോ ദിസ് ഇസ് എ ഫ്രൈഡേ ആയതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ലഞ്ച് ബ്രേക്കിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കീറ്റോ ടോട്ടിലയിൽ ഞാൻ അതേ സെയിം സോസസ് ഒക്കെ ഇട്ടിട്ട് എനിക്കൊരു ടാക്കോ റാപ്പ് പോലെ ചെയ്തെടുക്കുന്നുണ്ട് സെയിം ടൈം. പക്ഷെ ഞാൻ ഹോട്ട് സോസ് സ്പ്രെഡ് ചെയ്യുന്നില്ല, എക്സ്ട്രാ കാലറീസ് ആയതുകൊണ്ട്. പുള്ളിക്കാരന് ഇത് മാത്രം മതിയാവില്ല. സോ കുറച്ച് ബേക്ക്ഡ് പൊട്ടാറ്റോ ചിപ്സും ഒരു ഗ്ലാസ് ഓഫ് കോക്കനട്ട് വാട്ടറും കൂടെ അഡീഷണലി വെക്കുന്നുണ്ട്. I made it. Don't present to me like you made it. പിന്നെ ഞാൻ കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും വന്ന് ക്ലീൻ ചെയ്ത് തരും. അതുകൊണ്ടാണ് എനിക്ക് ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് മീൽസ് ഒക്കെ കുക്ക് ചെയ്യാൻ ഒരു മടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. വി ഗെറ്റ് ബാഡ്ലി 1 hour ലഞ്ച് ബ്രേക്ക്. സോ അത് പെട്ടെന്ന് ഞാൻ കഴിച്ച് തീർക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇതൊക്കെ വൃത്തിയാക്കി ഇട്ട് തന്നിട്ട് പോകും. 4 o'clock പോലെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോകും. സോ അവർ വരുമ്പോഴത്തേക്കും സ്നാക്ക് റെഡി ആയിരിക്കണം. അതിനായി നെക്സ്റ്റ് ബ്രേക്കിൽ ഞാൻ ഇത് സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. മദറായി കഴിഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ബ്രേക്ക് ആയാലും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ ഇതിനെ കുറച്ചെങ്കിലും വെജീസ് തെറ്റിപ്പിക്കാൻ ഞാൻ സ്നാക്ക് ടൈം കൂടി എന്തെങ്കിലും വെജീസേ ഉണ്ടാക്കത്തുള്ളൂ. സോ ഇന്ന് ഞാൻ കോണാണ് കുറച്ച് കോൺഫ്ലവറും കുറച്ച് മസാല ഒക്കെ ഡസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്, ഒരു പക്കോട പോലെ. ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ സെപ്പറേറ്റ്ലി ഇടുന്നുണ്ട്. വന്ന് കയറിയ ഉടനെ ആദ്യം ചോദിക്കുന്ന ഫുഡ് എന്താ ഉള്ളതെന്നാണ്. അങ്ങനെ അവള് സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് എൻ്റെ റിമൈനിങ് വർക്ക് ഒക്കെ ഫിനിഷ് ചെയ്യുന്നത്. Yes, can you eat this, please? What is your silly teacher name? Natalie. Work till 5 p.m. and my husband finishes at 4. So he makes my tea. ചായ ഇല്ലെങ്കിൽ എനിക്ക് തീരെ ജീവിക്കാൻ പറ്റില്ല. ജോലി കഴിഞ്ഞ പാടെ ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഡിന്നർ പുറത്ത് നോക്കാൻ വിചാരിച്ചു. പുതിയ മലയാളി റെസ്റ്റോറൻറ്റ് അടുത്ത് തുറന്നിട്ടുണ്ട്. സോ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു പോകുന്നു. കാണാൻ ലൈറ്റ് ഇത് ലൈറ്റ് ഇങ്ങനെയല്ല പോലും ലൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴല്ല മോനെ. ബ്രേക്ക്ഫാസ്റ്റ് വി ഈറ്റ് ഇൻ ദ മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം മോർണിംഗ് ആ ബേബി. ആഫ്റ്റർനൂൺ വി ഈറ്റ് ലഞ്ച്, നൈറ്റ് വി ഈറ്റ് ഡിന്നർ. ഓക്കെ ഓക്കെ. But you have to eat lunch. അധികം മിണ്ടാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു ടോക്കറ്റ് കിഡിനാണ് തന്നത്. അപ്പം പിന്നെ വർത്തമാനം വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു മല്ലു സ്റ്റോറിൽ ഒരു മിനി ഷോപ്പിങ്ങിന് വന്നതാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചില ഐറ്റംസ് ഒക്കെ എടുക്കാൻ. സാധാരണ കാനഡയിലെ എല്ലാ മലയാളി റെസ്റ്റോറൻറ്റിലും ഒത്തൻറ്റിക് ടേസ്റ്റ് ഒന്നും കിട്ടണമെന്നില്ല. സോ ഏതൊക്കെ പുതിയ കട തുറന്നാലും നമ്മൾ ആദ്യം അവിടെ ഉണ്ടാവും. അങ്ങനെ ഇതൊരു തറവാട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്.
ഞങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്യാൻ വാങ്ങിയെന്ന് വെച്ചാൽ കാന്താരി മന്തി പറഞ്ഞാൽ വിശ്വസിക്കില്ല, ജീവിതത്തിൽ ഞാൻ മന്തി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഒരു ഡ്രാഗൺ ചിക്കൻ സൈഡ് ഡിഷ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു, ആൻഡ് 2 പൊറോട്ട വാങ്ങി ഒരു ഡ്രാഗൺ ചിക്കൻ്റെ കൂടെ റിലേഷൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവർ ഈ മന്തിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളർ ആൻഡ് വൈറ്റ് കളർ സോസ് തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, കഴിച്ചു നോക്കിയാലേ അറിയൂ. ആദ്യം മാഡത്തിന് കൊടുത്തു തീർത്ത് അവളെ ഉറക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. സോ കുട്ടൻ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. ഇതവരെ ഡ്രാഗൺ ചിക്കൻ സെയിം ഫ്ലേവേഴ്സ് നാട്ടിൽ കിട്ടുന്ന തന്നെ വളരെ റെയറാണ് അങ്ങനെ കിട്ടുന്നത്. മന്ദാരി മന്തിയാണെന്ന് തോന്നുന്നു. കുറേ നാളെ ആഗ്രഹിച്ച് ട്രൈ ചെയ്യാണ് ഞാൻ. അതാ പൊറോട്ട പിന്നെ പറയണ്ട, എപ്പോഴും ഉള്ളവർ തന്നെ എവിടെയെങ്കിലും വിസ്തരിച്ച് ഇരുന്ന് പോയി ഞാൻ കഴിക്കാൻ പോവാം സമാധാനം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഈ കാർബ്സ് ഒക്കെ എക്സ്ട്രാ പോകുന്നത്. രാത്രി ഇല്ലെങ്കിൽ ഇത് കൂടെ ഉണ്ടാവില്ലായിരുന്നു. യൂഷ്വലി എന്തെങ്കിലും ലൈറ്റായിട്ട് ഡിന്നറിന് ഞാൻ കഴിക്കാറുള്ളൂ. Thank you for staying through the video. This is the real me. If you liked my vibe, don't forget to subscribe.